ഹരി എല്ലാവർക്കും നമസ്കാരം. ഈ കഥകളെല്ലാം അതിഗംഭീരങ്ങളായ തത്വങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുന്നതാണ്. ഈ തത്വങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാത്തിടത്തോളം കാലം ഈ ധർമ്മത്തിൽ നിന്ന് അവരെപ്പോഴും അകന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇന്ന് ഭാരതത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതാണ്, ഇവിടെയാണ്. ഇത് അതിസുന്ദരമായ ഒരു തത്വത്തെ അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇതിൽ തന്നെ വളരെ നന്നായി പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കഥ കേൾക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി. അതിലാണ് നമുക്ക് താല്പര്യം. അതുകൊണ്ടാണല്ലോ ഈ സീരിയലുകളൊക്കെ ഇങ്ങനെ ഇത്ര വിജയിക്കുന്നത്. നമ്മളതിൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ കരയുമ്പോഴേ വധുവായിട്ടും സ്ത്രീയായിട്ടും എന്താ പറയുക, പിന്നെ എന്തൊക്കെ പേരുകളാണെന്നൊന്നും നമുക്ക് അറിയില്ല. കുങ്കുമായിട്ടും ചന്ദനായിട്ടും എന്താ ഇങ്ങനെ പല പല പേരുകളുണ്ട് പല സീരിയലുകളിൽ. ഇതിലെല്ലാം എന്താണ് ഈ പറഞ്ഞതൊക്കെയാണ്. 1 അവിഹിത ബന്ധം, 2 കൊലപാതകം, 3 ഈ ധന സംബന്ധിയായ കാര്യങ്ങൾ. ഈ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചുരുക്കി പറഞ്ഞാൽ ഒരു സരിതാ മേനോൻ, ബിജു രാധാകൃഷ്ണൻ, ശാലു മേനോൻ കഥ. അല്ല, ഇതൊക്കെയാണോ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? ഇതിനാണോ നമ്മൾ ഇത്ര സമയം ചെലവഴിക്കുന്നത്? അതുകൊണ്ട് കഥകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പക്ഷേ ആ കഥയുടെ മുഴുവൻ രഹസ്യം ആണ് നമ്മളിവിടെ ഉരുക്കഴിക്കാൻ പോകും. അത് ഈ സന്ദീപാനന്ദഗിരിക്ക് തോന്നിയത്, നമ്മൾ നാടൻ ഭാഷയിൽ പറയുമല്ലോ, എന്താണ് വായയിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നൊരു പ്രയോഗമുണ്ട് നാട്ടിൽ. അതല്ല, അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണോ? അല്ല. ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതിനെ പറയും. പറഞ്ഞതുകൊണ്ട് ആദ്യം ഈ കഥയുടെ തന്നെ ഉരുക്കഴിക്കാം. ആദ്യം നമ്മുടെ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് അവരുടെ ഭാഷയിലാണ്. ഈ പുതിയ കുട്ടികളെ ലോകം അവതരിപ്പിക്കുന്നത് തന്നെ അത്തരത്തിലാണ്. MTSൻ്റെ ഒരു പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, TV മൊബൈൽ നെറ്റ്വർക്കിൻ്റെ. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒരമ്മ പ്രസവിക്കുന്നു. പ്രസവിച്ച ഉടനെ തന്നെ ഇവൻ ഈ പുതപ്പൊക്കെ മാറ്റിയിട്ട് അവൻ തല പുറത്തേക്ക് ഇടും. എന്നിട്ട് ആ നേഴ്സിൻ്റെ പോക്കറ്റിൽ നിന്ന് കത്രി എടുത്തിട്ട് അവൻ്റെ പൊക്കിൾ ഒറ്റ കട്ട് ചെയ്യല, അവൻ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് കട്ട് ചെയ്യണതെന്നാണെങ്കിൽ ആദ്യം തന്നെ അവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യും എങ്ങനെയത് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ആ കട്ട് ചെയ്യുന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്യണു, അവൻ്റെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ട്, അമ്മയുടെ കയ്യിലെന്തോ ഐപാഡോ എന്തോ ഉണ്ട്. ഇതും വെച്ച് അവൻ കണക്ട് ചെയ്തിട്ട് അവനൊരു ബലൂണും പിടിച്ച് ഇങ്ങനെ പോകുന്ന ഒരു പരസ്യമുണ്ട്. അവാർഡ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു പരസ്യമാണ്. ഇതാണ് ന്യൂ ജനറേഷൻ. നമ്മൾ അവരോട് ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിച്ച മോനെ കാര്യങ്ങളൊക്കെ നേരെയാവും എന്ന് പറഞ്ഞാൽ നടക്കൂല ഇനി അങ്ങോട്ട്. അതുകൊണ്ട് ഈ ഒരു രീതിയിലല്ല നിങ്ങൾ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പോകുന്നതെങ്കിൽ, അതുകൊണ്ട് സ്വാമിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. അവർക്ക് പറഞ്ഞു തരുന്നത് വളരെ സൗകര്യമായിരുന്നു. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ പഴയ സാധനം ഉണ്ട്. ആ സാധനത്തിനെ കൈയൊഴിച്ച് ഇതിനെ നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് നമുക്കെതിരെയുള്ള ശക്തമായ എന്താ പറയുക പ്രക്ഷോഭങ്ങൾ മുഴുവൻ. സ്വാമി ഒരു കുഴപ്പക്കാരനാണ് എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കുഴപ്പം. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളോട് പറയേണ്ടത് ഇങ്ങനെയാണ്. എങ്ങനെ പറയണം? മോൻ പഠിക്കുന്ന സയൻസ്, ആ സയൻസിൽ കഥകളില്ലേ? എന്ത് കഥയാ ഉണ്ടല്ലോ. ന്യൂട്ടൺ ഒരു ദിവസം
തൻ്റെ വീട്ടുമുറ്റത്ത് അങ്ങനെ പുറത്ത് കസേരയൊക്കെ ഇട്ട് വായിക്കുന്ന സമയത്ത് ഒരാപ്പിൾ മുകളിൽ നിന്ന് താഴേക്ക് വീണു. തൻ്റെ തലയിൽ തട്ടി അതങ്ങനെ താഴെ വീണപ്പം മോനല്ലാത്തത് കൊണ്ടും ന്യൂട്ടൺ ആയതുകൊണ്ടും നീ ആയിരുന്നുവെങ്കിൽ അത് എടുത്ത് കടിച്ച് തിന്നേനെ. ന്യൂട്ടൺ ആലോചിച്ചു, എന്തുകൊണ്ടിത് താഴേക്ക്? ഭൂഗുരുത്വ ആകർഷണ ഫല സിദ്ധാന്തം അത് പഠിപ്പിക്കുന്ന, ആ തിയറി പഠിപ്പിക്കുന്നതിന് മുന്നോടിയായി ഒരു കഥയുടെ അംശത്തെ സയൻസ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട്, ആമുഖമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ചെറിയ ക്ലാസ്സിൽ ഈ കഥ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഭൂഗുരുത്വ ആകർഷണ ഫല സിദ്ധാന്തം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിപ്പോഴും അറിയില്ല എങ്ങനെ പറയണമെന്ന്. പക്ഷേ ഈ കഥ അറിയാം. ഇയാളുടെ തലമണ്ടയിൽ ആപ്പിള് വീണു എന്ന കഥ അറിയാം. അന്ന് നമ്മൾ ആലോചിച്ചത്, ഇത് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പം അദ്ദേഹം തെങ്ങിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ടായിരുന്നു, നാളികേരമായിരുന്നു വീണതെങ്കിൽ അന്വേഷിക്കാൻ ഇങ്ങനെ ഒരാളുണ്ടാവില്ലായിരുന്നു. അന്വേഷണം അതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ കഥ നമുക്കറിയാം. ഈ കഥയുടെ ഭാഗം നിങ്ങൾക്കൊക്കെ അത് അറിയുമായിരിക്കാം. ഇതുപോലെ തന്നെയാണ് വേറൊരാൾ എണ്ണയൊക്കെ തേച്ച്, ഇത് പഠിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇയാൾ ആദ്യമായിട്ട് ജീവിതത്തിൽ കുളിച്ചത് അന്നാണ്. ആർക്കിമിഡീസ് ടബിൽ കിടന്നപ്പോഴേക്കും വെള്ളം പുറത്തേക്ക് ചാടി. അയാൾ ട്രൗസർ പോലും ഇടാതെ റോട്ടിലൂടെ ഓടി എന്നാണ് സയൻസ് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത്, യുറേക്ക എന്ന് പറഞ്ഞിട്ട്. അന്നൊക്കെ ഞങ്ങളെ വിസ്മയിപ്പിച്ചത് ഈ ട്രൗസർ ഇല്ലാതെ ഈ ഓടുന്ന, നഗ്നനായി ഓടിയ ഒരാളുടെ ചിത്രമായിരുന്നു. ഞങ്ങളൊക്കെ ക്ലാസ്സിൽ ചിരിയായിരുന്നു. ഇന്നും ആർക്കിമിഡീസ് തിയറി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇതറിയാം. നഗ്നനായി റോട്ടിലൂടെ ഓടി എന്ന് പറയുന്ന ഒരു ശക്തമായ മനുഷ്യ മനസ്സിനെ മതിക്കുന്ന ഒരു കഥയുടെ ഒരു സന്ദർഭത്തെ എടുത്തുകൊണ്ട് ഒരു തിയറി അവതരിപ്പിക്കുന്ന സയൻസിൻ്റെ ഒരു രീതി. ഇതുപോലെ തന്നെ പതിവിലും നേരത്തെ പള്ളിയിലെത്തിയ മറ്റൊരു വിശ്രുത ശാസ്ത്രകാരൻ. പള്ളിയുടെ മണി, ഘടികാരത്തിൻ്റെ പെണ്ടുലം അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. ഇതിങ്ങനെ നോക്കിയിരുന്നു കൊണ്ട് അതിലൊരു തത്വം ആവിഷ്കരിച്ചിട്ടുള്ള, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കഥാഭാഗത്തോടുകൂടി, കഥയുടെ ചേരുവയോടുകൂടി മനസ്സിലാക്കിയിട്ടുള്ള ശാസ്ത്ര സത്യങ്ങളാണ്. ഈ നഗ്നനായി ഓടിയതാണോ തിയറി? ആപ്പിൾ താഴേക്ക് വീണതാണോ തിയറി? ഈ പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, എന്താ പറയുക, നമ്മുടെ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാണോ തിയറി? അല്ല, തിയറി അതിൻ്റെ അപ്പുറത്താണ്. അതേപോലെ കുട്ടികളോട് പറയണം, കഥ ഈ തത്വത്തെ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുന്നതിനുള്ള ഒരു ഫ്രെയിം വർക്കാണ്. ഇതാദ്യം തന്നെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബോധ്യമാവും, അപ്പം ഇതാണതില്ലേ, അത് ശരി അമ്മൂമ്മ. അങ്ങനെയാണെങ്കിൽ ജരാസന്ധനെ എന്തിനു കൊന്നു കൃഷ്ണൻ? ഇനിയാണ് നമ്മൾ കഥയിൽ വരും. ആരാണ് ഈ ജരാസന്ധൻ? നമ്മളൊക്കെ ജരാസന്ധന്മാരാണ്. ജരാസന്ധൻ എന്ന് പറഞ്ഞാൽ ജരയാൽ സന്ധി ചെയ്യപ്പെട്ടവനാണ്. എന്താണ് കഥ? ജരാസന്ധൻ ഒരച്ഛനുണ്ട്. എന്താ അച്ഛൻ്റെ പേര്? ബൃഹദ്രഥൻ. ബൃഹദ്രഥന് 2 ഭാര്യമാരുണ്ടായിരുന്നു. എന്നാൽ കുട്ടികളില്ല. അങ്ങനെ കുട്ടികളില്ലാത്ത ബൃഹദ്രഥൻ കുട്ടികളുണ്ടാവാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ ഒരു മഹാത്മാവ് ഒരു പഴം കൊടുത്തു, നിനക്ക് കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞു, അനുഗ്രഹിച്ചു. അങ്ങനെ പഴം അദ്ദേഹം മുറിച്ച് ഭാര്യമാർക്ക് 2 പേർക്ക് ഓരോരോ പകുതി കൊടുത്തു. അവർ പ്രസവിച്ചപ്പം പകുതി കുട്ടിയെ ഉണ്ടായി. ഒരു പകുതി ഒരു കുട്ടിയെ ഒരു ഭാര്യ പ്രസവിച്ചു, മറ്റേ പകുതിയെ മറ്റേ ഭാര്യയും പ്രസവിച്ചു. അപ്പോൾ ഈ 2 പകുതി പകുതിയാണ്. അവിടെ ഉള്ളവരെന്തു ചെയ്തു? ഇതിനെ 2നെയും കൊണ്ടുപോയിട്ട് കാട്ടിൽ കളഞ്ഞു. അപ്പോൾ മാംസഭോജിയായ ജര എന്ന കാട്ടാള സ്ത്രീ
ഈ 2 കഷ്ണത്തെയും കൂടെ ചേർത്ത് വെച്ച് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചേർത്ത് വെച്ച സമയത്ത് അതുടനെ ജീവൻ വന്നു. പ്രബലനായ 10,000 ആനയുടെ ശക്തിയുള്ള അജയ്യനായ ഒരുവനായിട്ട് അങ്ങോട്ട് ജരയുടെ മുന്നിൽ നിന്നു. അപ്പോൾ ജരയ്ക്ക് തന്നെ പേടിയായി ഇവനെ കണ്ടപ്പോൾ. അങ്ങനെ ജര തൊഴുതുകൊണ്ട് അവനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും അവനെ ഈ ജര കൊണ്ടുപോയിട്ട് കുട്ടികളില്ലാത്ത ബൃഹദ്രഥന് കൊടുത്തു, രാജാവിന്. അപ്പോൾ ബൃഹദ്രഥൻ വളരെ സന്തോഷവാനായി. ഈ ജരയാണ് ഈ കുട്ടിയെ ഇങ്ങനെ ചേർത്ത് വെച്ചത് എന്നുള്ളത് കൊണ്ട് ഈ കുട്ടിക്ക് ജരാസന്ധൻ എന്ന പേരും കൊടുത്തു. അങ്ങനെ ജരാസന്ധൻ പ്രബലനായിട്ട് അങ്ങനെ വാഴുകയാണ്. ആ ജരാസന്ധനെയാണ് ഇങ്ങനെ കൃഷ്ണൻ വധിക്കുന്നത്. ആരെക്കൊണ്ട്? എന്നാൽ കൃഷ്ണൻ നേരെയാണോ വധിക്കുന്നത്? അല്ല, ഭീമനെ കൊണ്ട്. എങ്ങനെയാണ് വധിക്കുന്നത്? വേഷം മാറി ജരാസന്ധൻ്റെ അടുത്ത് പോയി യുദ്ധം ഭിക്ഷയായി യാചിച്ച് അങ്ങനെ യുദ്ധത്തിൽ ഭീമനാൽ ജരാസന്ധൻ വധിക്കപ്പെടും. ഇതാണ് കഥ. കഥ നിങ്ങൾക്ക് നന്നായി അറിയാം. ഇതിലെ തത്വത്തെയാണ് നമ്മൾ ചിന്ത ചെയ്യുന്നത്. ബൃഹദ്രഥൻ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആലോചിക്കേണ്ടുന്ന ഒന്നാണ്. പഴയ കഥ നിങ്ങളെ സംബന്ധിച്ച് അതൊരു കഥയായിട്ട് അങ്ങനെയൊക്കെ നിങ്ങളിതിൽ ഒരു 60 കഴിഞ്ഞ മനസ്സെപ്പോഴും ഇതിനൊന്നും, ഇനി 60 കഴിഞ്ഞവർ മോശക്കാരെന്ന് സ്വാമി പറയുകയല്ല. കാരണം 60 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെയൊക്കെ രഹസ്യം അറിഞ്ഞേ മതിയാകൂ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ ചെറുപ്പത്തിനാണ് ഇതൊക്കെ അറിയണം എന്നുള്ള ഒരു തീവ്രമായ ചിന്തകളൊക്കെ ഉണ്ടാവുന്നത്. 60 കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയോ, ഇനിയിപ്പോൾ എന്തെന്നേ, ഇനി അങ്ങോട്ട് എപ്പോഴാ എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് പൊതുവെ. പക്ഷെ ബോംബെ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ബോംബെക്ക് എപ്പോഴും 90 ആയാലും ഒരു 30കാരൻ്റെ യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണെന്ന്. അതുകൊണ്ട് ഈ പറഞ്ഞൊന്നും ഇവിടെ ബാധകമല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കൂ. അപ്പോൾ ബൃഹദ്രഥൻ, ഇനിയൊക്കെ ശബ്ദങ്ങളാണ് വളരെ സൂക്ഷിക്കേണ്ടത്. അങ്ങനെയാണ് ഇതിനെ അവതരിപ്പിച്ചത്. ബൃഹത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന ബൃഹത്ത് എന്ന് പറഞ്ഞാൽ വലുത്, അളവില്ലാത്തത്. രഥം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ്. ശരീരം രഥമേവത്വം എന്നാണ്. അപ്പോൾ ബൃഹദ്രഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ശരീരം അനന്തമായത്, ഒരു നദി പോലെയാണ്, ഒഴുകുന്നതാണ്. മനുഷ്യവംശം എന്ന് പറയുന്നതിനെ പ്രതിനിധാനം ചെയ്യുന്നു ബൃഹദ്രഥൻ. വേദാന്തത്തിലെ ഒരു കടുകട്ടിയായ ആശയത്തെയാണ് ഈ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഭാരതീയ ധർമ്മശാസ്ത്രത്തിൽ മനുഷ്യ ജന്മത്തിന് കാരണമെന്താണ്, അടുത്ത ജന്മം എന്ന് പറഞ്ഞാൽ എന്താണ്, മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്, കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്യാദി കാര്യങ്ങളാണ് ഈ കഥയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ബൃഹദ്രഥൻ എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തെ പ്രതിനിധാനം ചെയ്യും. ആ ബൃഹദ്രഥന്, കുട്ടികളില്ലാത്ത ബൃഹദ്രഥന് കുട്ടികൾ ഉണ്ടാകുന്നു. ഇതൊക്കെ കഥയുടെ എന്താ പറയുക, പൊടിപ്പും തൊങ്ങലുകളുമാണ്. 2 പഴം നൽകുന്നു. ഈ 2 പഴങ്ങളുടെ ഭാഗമായിട്ട് 2 കഷ്ണങ്ങൾ ഉണ്ടാകും. ഈ 2 കഷ്ണം ചേരുമ്പോഴാണ് ഈ കുട്ടി പൂർണ്ണമാകുന്നത്. ജരയാലാണ് ഇത് ചേർക്കുന്നത്. നമ്മൾ പഠിക്കേണ്ടത്, നമ്മളൊക്കെ ഈ ജരാസന്ധന്മാരാണ്. ജരാസന്ധൻ എന്ന് പറഞ്ഞാൽ ജരയുമായി സന്ധി ചെയ്തതാരാണോ അവരൊക്കെ ജരാസന്ധന്മാരാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ജരാസന്ധന്മാരാണ്. അത് നമ്മൾ എങ്ങനെയൊക്കെ ഡൈ അടിച്ചാലും ജരാസന്ധന്മാരാണ്. ജരാനരകളോട് നാം സന്ധി ചെയ്തിരിക്കും. അത് നമ്മുടെ കൂടെയുണ്ട്. അതുമായിട്ടാണ് നമ്മുടെ അസോസിയേഷൻ എന്ന് പറയുന്നത്, ജരയുമായിട്ടാണ്. ആ ജരയാൽ യോജിപ്പിക്കപ്പെട്ടിരിക്കുക. വൃദ്ധിക്ഷയങ്ങൾ ഏതിനുണ്ടോ അതാണ് ജരാസന്ധം. ഇതിലെ 2 പാർട്ടാണ്, 2 എണ്ണത്തിൻ്റെ ചേർച്ചയാണ് നമ്മുടെ മനുഷ്യ ജന്മം എന്ന് പറയുന്നത്. അത് 2 എണ്ണം എന്താണ്? കർമ്മങ്ങളാണ്.
മനുഷ്യ ശരീരം ഉണ്ടാകുന്നതിന് കാരണം പ്രാരബ്ധം എന്ന് പറയുന്ന ഒരു കർമ്മമാണ്. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ആരബ്ധം, നന്നായി തുടങ്ങിയത്. അച്ഛൻ്റെയും അമ്മയുടെയും പ്രാരബ്ധ കർമ്മമാണ് നമ്മുടെ ശരീരത്തിന് കാരണം. അപ്പം ശരീരത്തിന് കാരണമായിരിക്കുന്ന കർമ്മത്തെയാണ് പ്രാരബ്ധ കർമ്മം എന്ന് പറയുക. മലയാളത്തിൽ നമ്മൾ ഇതെൻ്റെ ഒരു പ്രാരാബ്ധം എന്ന് പറയും. നെഗറ്റീവായിട്ടുള്ളതിനെയാണ് നമ്മൾ പ്രാരാബ്ധം എന്ന് പറയാം. പ്രാരാബ്ധം എന്നാണ് പറയുക, അത് തെറ്റാണ്. പ്രാരബ്ധം പ്രകർഷേണ ആരബ്ധം, ഇത് നന്നായി തുടങ്ങിയത്. അപ്പം ഈ ശരീരത്തിന് കാരണമായിട്ടുള്ള കർമ്മത്തിൻ്റെ പേരാണ് പ്രാരബ്ധം. അങ്ങനെ പ്രാരബ്ധം കൊണ്ട് നമ്മുടെ ശരീരം ഇവിടെ ഉണ്ടായി. ഈ ശരീരത്തിന് 2 കർമ്മങ്ങളും ഉണ്ടായ ഈ ശരീരത്തിൽ പിന്നെ നമുക്ക് രണ്ട് കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ ഈ പ്രകൃതിയോട് നമ്മൾ അനുകൂലമായിട്ട് പ്രതികൂലമായിട്ട് പ്രതികരിക്കും. അങ്ങനെ അനുകൂല പ്രതികൂലമായി പ്രതികരിക്കാനുള്ള കർമ്മങ്ങളെ വരുന്ന കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളെ ആഗാമി കർമ്മങ്ങൾ എന്ന് പറയും. ആഗാമി, ഇതൊക്കെ വേദാന്ത ക്ലാസ്സിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ കേട്ടിട്ടുണ്ടാവും. ആഗാമി കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ വരുന്ന കർമ്മങ്ങൾ. നിങ്ങളെ സംബന്ധിച്ച് ഈ ഭാഗവത തത്വവിചാര യജ്ഞം ഒരു ആഗാമി കർമ്മമാണ്. നിങ്ങളിതിന് വന്നിരിക്കുന്നു. ഈ വന്നിരിക്കുന്ന നിങ്ങൾ നിശ്ചയിക്കുന്നു ഇതിന് കേൾക്കണോ കേൾക്കണ്ടേ എന്ന്. ചിലപ്പോൾ ചിലർ ചിന്തിക്കും, ഈ സ്വാമി എന്താ പറയണതെന്ന് സ്വാമിക്ക് തന്നെ അറിയണ്ടാവില്ല, പാവം. അതുകൊണ്ട് എന്ന് വന്നത് വന്ന് ഇനിമേലിൽ ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കേ പോവില്ല. അല്ലെങ്കിൽ ഇത് തരക്കേടില്ല, കേൾക്കണം എന്ന് തോന്നുമ്പം അതിനോട് നമുക്ക് താല്പര്യവും, കേൾക്കണ്ട എന്ന് തോന്നുമ്പം നമുക്കതിൽ താല്പര്യം ഇല്ലായ്മയും. ഇതിനെയാണ് രാഗം ദ്വേഷം എന്ന് പറയാം. ഇതിനെയാണ് ദ്വന്ദ്വങ്ങൾ എന്ന് പറയും, വിപരീതങ്ങൾ എന്ന് പറയും. അപ്പോൾ ആഗാമി എന്ന് പറഞ്ഞാൽ വന്നു ചേരുന്ന കർമ്മങ്ങൾ. അപ്പോൾ ഈ വന്നു ചേരുന്ന കർമ്മങ്ങളാണ് പകുതി. പിന്നെ ഒന്നോ സഞ്ചിതം എന്ന് പറയും, സഞ്ചയിക്കുന്നത് എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ തുടർ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. നാളെ ഇങ്ങോട്ട് വരാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് സഞ്ചിതമാണ്. എന്ത് കാര്യത്തെ, ഏതിനോടും നമ്മൾ ഇങ്ങനെ 2 വിധത്തിലാണ് ഈ ലോകത്ത് നമ്മൾ പ്രതികരിക്കുന്നത്. അനുകൂലം, പ്രതികൂലം കർമ്മങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പ്രാരബ്ധ കർമ്മം, സഞ്ചിത കർമ്മം, ആഗാമി കർമ്മം. ഈ സഞ്ചിത ആഗാമിയുടെ ചേർച്ചയാണ് വീണ്ടും പ്രാരബ്ധത്തിന് കാരണം. മനസ്സിലാവുന്നുണ്ടോ? ഈ സഞ്ചിതത്തിൻ്റെയും ആഗാമിയുടെയും ചേർച്ചയാണ് വീണ്ടും പ്രാരബ്ധമായിട്ട് വീണ്ടും പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി, ജഠരേ ശയനം എന്നത്. അപ്പോൾ ഇവിടെ മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഇതിനെ വേർപിരിക്കൽ. ഇതിനെ രണ്ടിനെയും 2 വഴിക്കും വേർപിരിക്കും. ഈ രണ്ടിനെയും 2 വഴിക്ക് വേർപിരിക്കണമെങ്കിൽ അതിനൊരു അറിവിൻ്റെ, ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം അനിവാര്യമാണ്. ആ ഗുരുവിൻ്റെ സാന്നിധ്യമാണ് കൃഷ്ണൻ എന്നത്. ഭീമൻ എന്നത് എന്താണ്? ഭീമൻ എന്നത് ഭീമകർമ്മ മൃഗോദര എന്നാണ്. ഭീമൻ കർമ്മമാണ്. അപ്പം കർമ്മം എന്നുള്ള നമ്മുടെ പ്രവൃത്തി, കർമ്മം കൊണ്ട് വേണം ഇതിനെ വേർപിരിക്കാൻ. ആ കർമ്മം എങ്ങനെയാണ്? യുദ്ധം. ഭീമൻ ഭിക്ഷയായിട്ട് യാചിക്കുകയാണ്. ഇത് അതിഗംഭീരമായ ഒരു തത്വമാണ്. ആ തത്വം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് സ്ലിപ്പായാൽ ഒക്കെ പോകും. കാരണം ഇതിലെ കഥകളൊക്കെ അങ്ങനെയുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭിക്ഷയാണ്. സ്വാമി ഈ വാച്ച് ഇങ്ങനെ എടുത്ത് പൊക്കി ഇതിവിടെ ഇങ്ങനെ വെക്കണമെങ്കിൽ ഈ പൊക്കി വെക്കാനുള്ള സ്വാമിയുടെ കർമ്മത്തിൻ്റെ ശേഷി ഭിക്ഷയാണ്. ഭിക്ഷ എന്ന് പറഞ്ഞാൽ ദാനമാണ്. ആരുടെ ദാനം? ഇതിനകത്തിരിക്കുന്നൊരു സ്ഥിതിവിശേഷമാണ്. ഈ മൈക്കിന് ശബ്ദം ഇവിടെ എത്തിക്കാനുള്ളത് അത് ഒരു ദാനമാണ്. ആരുടെ?
ഇലക്ട്രിസിറ്റിയുടെ അസാന്നിധ്യത്തിൽ ഈ മൈക്കിനിങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ പറ്റും എന്നതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ട്, അതിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് കർമ്മങ്ങളെല്ലാം ദാനങ്ങളാണ്. അതുകൊണ്ടാണ് യുദ്ധം ഭിക്ഷയായി യാചിക്കാൻ പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭിക്ഷയാണ്, ദാനമായി സ്വീകരിക്കുന്നത്. അങ്ങനെ ആ ദാനഭാവത്തോടു കൂടി ഭിക്ഷയായി ഈ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ആഗാമിയെയും സഞ്ചിതത്തെയും വേർപിരിച്ച് മോചനത്തെ, മോക്ഷത്തെ നേടുക എന്ന് പറയുന്ന വേദാന്തത്തിലെ കടുകട്ടിയായ ഒരു വേദാന്ത ചിന്തയെ കഥയായി മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നത് ഭാഗവതത്തിൽ തന്നെ വളരെ നന്നായി പറയുന്നുണ്ട്. പക്ഷേ ആ ഭാഗം ആ തത്വചിന്ത നമ്മൾ വായിക്കില്ല, കേൾക്കില്ല, മനസ്സിലാക്കില്ല. നമ്മളെ സംബന്ധിച്ച് ഇതിങ്ങനെ പകുതിയും പകുതിയായ ഒരു കുട്ടി ഉണ്ടായി, അതിനെ കാട്ടിലിട്ടു, അതിനെങ്ങനെ യോജിപ്പിച്ചപ്പോൾ ഒരു ഭയങ്കരനായി. നമ്മളൊക്കെ ജരാസന്ധന്മാരെ പോലെ 10,000 ആനകളുടെ ശക്തിയുള്ളവരാണ്. നമ്മുടെ ശക്തിയാണ് ഈ കാണുന്ന ലോകത്തിൽ ഇന്ന് കാണുന്ന എല്ലാ വൈഭവങ്ങളും. 10,000 ആനയെ പൂരപ്പറമ്പിൽ അണിനിരത്താൻ പറ്റുന്ന പാപ്പാൻ്റെ ശക്തി ഉണ്ടല്ലോ, അത് തന്നെ. 10,000 ഒന്നുമില്ല, അതിൽ കൂടുതൽ ശക്തിയുള്ള അജയ്യന്മാരാണ് നമ്മൾ. അപ്പം ഇത് കുട്ടികൾക്ക് ഈ രീതിയിൽ ഇങ്ങനെ ഓരോ കഥകളും, അതിലെല്ലാ കഥകളും ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകും. മറ്റ് 10,000-25,000 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു സ്ത്രീ, 2 സ്ത്രീകൾ ഇങ്ങനെ കഷ്ണം കുട്ടിയെ പ്രസവിച്ചു, ഇങ്ങനെ കാട്ടിലിട്ടപ്പോൾ ഇങ്ങനെ ഇതായി. അപ്പോൾ കുട്ടി ചോദിക്കുന്നത് എന്താ, ഇപ്പം എന്താ അമ്മുമ്മ അങ്ങനെ ആരും പ്രസവിക്കാത്തതെന്ന് ചോദിക്കും. എന്നിട്ട് ഇവരാരും ശക്തി ഉണ്ടാവുന്നില്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞാൽ അവൻ ഈ തത്വം ബോധിക്കും. ഇതാണ് ഈ വഴിയിലാണ് നമ്മൾ ഇതിനെ തത്വചിന്ത ചെയ്യാൻ പോകുന്നത്. ഭാഗവതത്തിലെ വിഷയങ്ങൾ എന്താണ് എന്ന് ഭാഗവതം തന്നെ പറഞ്ഞിട്ടുണ്ട്. 10 വിഷയങ്ങളാണ് ഭാഗവതത്തിൽ. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുചരിതം, നിരോധം, മുക്തി, ആശ്രയം. ഇതാണ് ഭാഗവതത്തിൻ്റെ വിഷയങ്ങളെന്ന് ഭാഗവതകാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് സർഗം? സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്നാണ്. അപ്പം സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്? സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതൊക്കെ സർഗമാണ്, സർഗത്തിൽ പെടുന്നതാണ്. പഞ്ചമഹാഭൂതങ്ങൾ സർഗം. വിസർഗം എന്ന് പറഞ്ഞാൽ വിശേഷേണയുള്ള സൃഷ്ടിയാണ്. അപ്പം പഞ്ചമഹാഭൂതങ്ങൾ എങ്ങനെയാണോ പഞ്ചീകരിക്കപ്പെട്ട് ഓരോന്നുമായി തീർന്നിരിക്കുന്നത്, വൃക്ഷലതാദികളും ജീവജാലങ്ങളും പിന്നെ നമ്മൾ സൃഷ്ടിക്കുന്ന ഇതുമൊക്കെ വിസർഗത്തിൽ പെടുന്നതാണ്. അപ്പം സർഗം, വിസർഗം. സ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രക്ഷയെയാണ് സ്ഥാനം എന്ന് പറയും. ഇപ്പോൾ നമുക്കറിയാം ജലം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനുമാണ്. പക്ഷേ ഈ H2O എന്ന് പറയുന്നതിന് നിലനിർത്തിയിരിക്കുന്ന ഒന്നുണ്ട്, അതാണ് സ്ഥാനം. അപ്പോൾ ഒന്ന് സർഗമാണെങ്കിൽ മറ്റൊന്ന് വിസർഗമാണ്. ഇതിനെക്കുറിച്ച് പറയുന്നതാണ് വിസർഗം. ഭാഗവതം എന്ന് പറഞ്ഞാൽ നല്ല സയൻസാണ്, അല്ലാതെ എന്തോ കുറേ പൊട്ട കഥകൾ പറഞ്ഞതല്ല. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ എന്തൊക്കെയോ കുറേ കഥയാണ്. കാരണം ഭാഗവതത്തിൽ തന്നെ വളരെ വ്യക്തമായി പറയുകയാണ്, ഭാഗവതം ഇതാണ്, ഈ 10 വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന്. അപ്പം സർഗം, വിസർഗം. സ്ഥാനം എന്ന് പറഞ്ഞാൽ രക്ഷ, ഓരോന്നിനെ നിലനിർത്തുന്നു. അടുത്തത് പോഷണം ഭഗവത് അനുഗ്രഹ. പോഷണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹത്തെയാണ് പോഷണം എന്ന് പറയുന്നത്, പോഷിപ്പിക്കുക. അപ്പം എങ്ങനെയാണോ വൃക്ഷങ്ങൾക്ക് സൂര്യകിരണങ്ങൾ അനിവാര്യമായിരിക്കുന്നത്, ആ സൂര്യകിരണങ്ങളാൽ വൃക്ഷങ്ങൾ ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റിനെ ഉത്പാദിപ്പിക്കുന്ന സമയത്ത് അത് നമുക്ക് അന്നജമായി തീരുന്നത്, അത് നമ്മുടെ ഊർജമായി തീരുന്നത്, ഇതൊക്കെയാണ് പോഷണം എന്ന് പറയുന്നത്, പോഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സൂര്യനെ പൂഷൻ എന്ന് പറയുന്നത്. പോഷാവ് സൂര്യനാണ്.
അതെങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ അതിനെ പോഷിപ്പിക്കുന്നത്, ഇതിനെക്കുറിച്ച് വിസ്തരിക്കുന്നു എന്നതാണ് അതിലെ അടുത്ത വിഷയം. 4ാമത്തെ വിഷയം പോഷണമാണ്. പിന്നെ 5ാമത്തേത് ഊതി എന്ന് പറയും. ഊതി കർമ്മവാസനകളാണ്. ഊതി കർമ്മവാസനകൾ, കർമ്മത്തിൽ നമുക്കുണ്ടാകുന്ന രാഗദ്വേഷങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ. അവിടെയാണ് ഈ ഊതിയിൽ കർമ്മവാസനകളിലാണ് ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ഒക്കെ കഥകൾ പറയുന്നത്. അവിടെയാണ് ഈ തത്വത്തെയാണ് അവതരിപ്പിക്കുന്നത് കഥാരൂപത്തിൽ. ഊതി എന്ന് പറഞ്ഞാൽ കർമ്മവാസന. പിന്നെയുള്ളത് മന്വന്തരമാണ്. മന്വന്തരം എന്ന് വിചാരിച്ചാൽ നമ്മുടെ വിചാരം മന്വന്തരം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാലമാണ്. മന്വന്തരം എന്ന് പറഞ്ഞാൽ മനസ്സ് വ്യാപരിക്കുന്ന കാലം തന്നെയാണ് മന്വന്തരം. അപ്പം ചാക്ഷുഷമന്വന്തരം, ചാക്ഷുഷമന്വന്തരത്തെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മത്സ്യമായി ഭഗവാൻ അവതരിക്കുന്നത്. അതിഗംഭീരമായ കഥയാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കിയിരിക്കുന്നത് മഹാപൊട്ടത്തരത്തിലാണ്. അത് നമ്മളിവിടെ പഠിക്കും, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. താല്പര്യമല്ല, അതിപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ സംഘാടകരോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആളുകൾ ചിലപ്പോൾ 10 പേരെ കേൾക്കാനുണ്ടാവുള്ളൂ. കാരണം ഇത് വിഷയം അങ്ങനെ ആയതുകൊണ്ട്. എന്നാൽ ഭാഗവതം കേൾക്കാൻ അങ്ങനെയാണോ? അങ്ങനെയല്ല. അപ്പം ഒരു തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു സംഗതിയാണ്. ഒന്നുകിൽ വട്ടാവും അല്ലെങ്കിൽ നേരെയാവും. 2 സ്കോപ്പുണ്ട്, ശ്രദ്ധിച്ചാൽ. അതല്ലെങ്കിൽ പിന്നെ നിങ്ങളിവിടെ വന്നിരുന്ന് ഉറങ്ങിയാൽ പിന്നെ ഇതിനൊന്നും പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. നിങ്ങൾ സേഫായിരിക്കും. മൊബൈൽ സൈലൻസ് മോഡിൽ ഇടുന്നത് പോലെ. ഈ ചാക്ഷുഷ മന്വന്തരം എന്ന് പറഞ്ഞാൽ, ചക്ഷുസ് എന്ന് പറഞ്ഞാൽ കണ്ണാണ്, മനു എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ഈ കണ്ണും മനസ്സും തമ്മിലുള്ള വേഴ്ചയാണ്, ചേർച്ചയാണ്. അതിൽ ഉണ്ടാകുന്ന ഒരു അതിഗംഭീര സംഭവമാണ് സ്വായംഭൂ മന്വന്തരം, ചാക്ഷുഷ മന്വന്തരം. നമ്മുടെയൊക്കെ വിചാരം ഇത് ഏതോ ഒരു പ്രത്യേക ഒരു കാലമാണ്, 10,100,000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഏതോ ഒരു കാലത്തിൻ്റെ കാര്യമാണ് എന്ന്. അങ്ങനെയൊക്കെ മനസ്സിലാക്കിയാൽ ഇതെന്തിന് പഠിക്കണം നിങ്ങൾ? ഇതല്ല.